സ്റ്റാർട്ട്. ഹലോ ഗായ്സ്, ടെക്ഫ്ലെക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ആർക്കെങ്കിലും ഗെസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാന്ന്? PS5 ആണ് ഗസ്. PS5 എങ്ങനെയുണ്ട്? പൊളിയല്ലേ ഗൈസ്? ഇതിപ്പോൾ PS5 സ്ലിം ആണ്. 3 വെർഷനാണ് PS5നുള്ളത്. PS സ്റ്റാൻഡേർഡ്, നോർമൽ വെർഷൻ, ഫാറ്റ് വെർഷൻ എന്നും പറയും. ഇത് സ്ലിം വെർഷൻ. ഇനിയിപ്പോൾ എപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് പ്രോ വെർഷൻ. ഞാൻ എന്തുകൊണ്ട് PS5 സ്ലിം എടുത്തു എന്നുള്ള കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. കമാ. അപ്പം ആദ്യം നമുക്ക് HDMI കേബിൾ ആയിട്ട്, ഇത് 4K 120Hz ഔട്ട്പുട്ട് വരുന്ന HDMI കേബിളാണ്. ഇത് 8K 4K എല്ലാം സപ്പോർട്ട് ചെയ്യും. 2.1 ആണ് സാധനം. പിന്നെ ഉള്ളത് ചാർജിങ് കേബിൾ, എല്ലാത്തിലും കിട്ടുന്ന എപ്പോഴും. പിന്നെ Type-C to Type-C. ഇതിൻ്റെ പ്രത്യേകത ഫസ്റ്റ് നമ്മുടെ സ്റ്റാൻഡേർഡ് എഡിഷൻ അതിൽ Type-A to Type-C ആയിരുന്നു. ഇത് Type-C to Type-C 2 പോർട്ട്. പിന്നെ ഉള്ളതാണ് PS5 തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത സാധനം, നമ്മുടെ ഡ്യുവൽ സെൻസർ കൺട്രോളർ. മാൻ, ദിസ് ഈസ് ഒരു പൊളി ഐറ്റം കേട്ടോ ഇത്. ഇതിലെ ഈ അഡാപ്റ്റീവ് ട്രിഗേഴ്സ്, മാൻ, കോഡ്, സ്പൈഡർമാനൊക്കെ കളിക്കുമ്പം ദിസ് വൺ ഈസ് ബെസ്റ്റ്. എനിക്കൊന്ന് ഐ ക്യാൻ ബെറ്റ് ഫോർ ദിസ് വൺ. കൂട്ടത്തിലെ ഏറ്റവും ടോപ്പ് കൺട്രോളർ ഇത് തന്നെ ആയിരിക്കും എപ്പോഴും. പിന്നെ ഇവന്മാർ 2 പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ടീംസാണ്. പക്ഷേ ഇതെന്തിനു ഉപയോഗിക്കുന്നത് അറിയോ? ഇത് നമ്മളൊരു സ്റ്റാൻഡ് വിട്ട് PS5 വെക്കാനാണ്, ഹൊറിസോണ്ടലി അതിന് ഉപയോഗിക്കുന്ന സാധനമാണ്. കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് സാധനം ഒന്ന് കണ്ടു നോക്കിയാലോ. അയ്യടാ മോനെ, വാടേ പുറത്തോട്ട് വാ. എന്തല്ലേ? എന്ത് രസമല്ലേ? 2 ടോൺ, മോളി ഗ്ലോസിയും താഴെ മാറ്റും. പക്ഷെ നോർമൽ PS5 എപ്പോഴും കണ്ടോ ഫുള്ള് മാറ്റാ സ്റ്റാൻഡേർഡ്. പക്ഷെ എനിക്കിതാ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. 2 ടോണും കൊള്ളാം, അതുള്ളവർക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ നമുക്ക് പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കാം. അപ്പം ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാം 2 Type-C to Type-C പോർട്സ് ഉണ്ട്. പവർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഡിസ്ക് ഇൻസേർട്ട് ചെയ്യാനും എജിക്റ്റ് ചെയ്യാനും പോർട്ട് ഉണ്ട്. അതിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കാണാം ഇവിടെ PS5 ഒരു ലോഗോ. പിന്നെ ഇവിടെയും കാണാം ഒരു ലോഗോ. ഈ ലോഗോയ്ക്ക് വേറൊരു പ്രത്യേകതകളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് HDMI പോർട്ടുണ്ട്, LAN പോർട്ടുണ്ട്, 2 USB Type-A പോർട്സ് ഉണ്ട്, പിന്നെ ചാർജിങ് പോർട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ലോഗോ ഇതെന്തിനാ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബൊമ്മാരെ വെക്കത്തില്ല സ്റ്റാൻഡായിട്ട്. സ്റ്റാൻഡായിട്ട് വെക്കുമ്പോൾ അത് ഒരു സപ്പോർട്ട് പോലെ ആക്ട് ചെയ്യും. ആ ലോഗോ പ്രോപ്പർ പാരലായിട്ട് സെറ്റല്ലേ. ഓൾറെഡി ഈ PS5 നല്ല വെയിറ്റ് കുറവാണ്. ഇത് ഡിസ്ക് ഡ്രൈവ് ആയിട്ട് കൂടി നമുക്ക് ഇതിന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഇതിൻ്റെ ഡിസ്ക് ഡ്രൈവ് കണ്ട നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഊരി എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഡിസ്ക് ഡ്രൈവ് സെപ്പറേറ്റ്. ഇതിപ്പോൾ മാറിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ പ്രോപ്പർ ഒരു ഡിസ്ക് ഇല്ലാത്ത ഡിജിറ്റൽ എഡിഷനായി. ഇനി വീണ്ടും വെയിറ്റ് കുറയും. കണ്ടോ നമുക്ക് ഇനിയിപ്പം നമ്മൾ ഗെയിം ലൈബ്രറി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നോർമൽ ഒരു എക്സ്റ്റേണൽ ഒരു ഇതിൻ്റെ കവർ കൂടെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡിജിറ്റലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ വെയിറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നോർമലി സ്ലിം എഡിഷന് വെയിറ്റ് കുറവാണ് സ്റ്റാൻഡേർഡിനെക്കാട്ടിലും. ചെക്ക് ചെയ്ത് നോക്കാം. മാറ്റിയാക്കട്ടെ.
3.176 ഒരു 3.2 kgs ഉണ്ട് സാധനം. ഡിസ്ക് ഡ്രൈവ് ഇല്ലെങ്കിൽ ഒരു 2.8 വരത്തുള്ളൂ. നമുക്ക് സ്റ്റാൻഡേർഡും കൂടെ നോക്കാം. ഇതിന് വെയിറ്റ് ഉണ്ടേ. ഇത് 3.9 ഉണ്ട് കേട്ടോ. ഒരു ഓൾമോസ്റ്റ് 3.9 kgsൻ്റെ അത്രയും വെയിറ്റ് ഉണ്ട് ഇത്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 500-600 വ്യത്യാസമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാം ഞങ്ങൾ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. പൊളിയല്ലേ? വേറൊരു മോഡലാണ്, സാധാരണ സ്റ്റാൻഡേർഡ് എഡിഷൻ കൂട്ടല്ല, വേറൊരു ഇൻ്റർഫേസാണ്. അപ്പോൾ നമ്മൾ PS5 ഫുള്ളി സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കാണാം എല്ലാ ആപ്സും ഗെയിംസും എല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. നമ്മൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തു. ഞാൻ എക്സ്ബോക്സിനെക്കാളും PS5 കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ കാരണം എൻ്റെ മാത്രം ഒപ്പീനിയനാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം കാണുമായിരിക്കും. പക്ഷേ ഞാൻ പറയുന്ന PS5 ഒത്തിരി ഒരു ഹ്യൂജ് ലൈബ്രറി ഉണ്ട്, വലിയ ലൈബ്രറിയാണ് ഇതിന്. പിന്നെ PS5 എക്സ്ക്ലൂസീവ് ഗെയിംസ് ഉണ്ട്. PS5 ഇതിനകത്ത് നമുക്ക് തന്നെ കാണാൻ ഇത് എൻ്റെ ലൈബ്രറി ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത പല ഗെയിംസിനകത്തിലുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഗോസ്റ്റ് ഓഫ് ടുഷീമ, ഗോഡ് ഓഫ് വാർ, റാഗ്നറോക്ക്, ലാസ്റ്റ് ഓഫ് അസ്, ഇതൊക്കെ ഇതിൽ എക്സ്ക്ലൂസീവ് ഗെയിംസാണ്. ഇതിന് മാത്രമേ ഉള്ളൂ. ഗെയിം സ്റ്റാർട്ടായി. നമുക്ക് ഇപ്പം എൻ്റെ ഫേവറേറ്റ് എപ്പോഴും CM Punk. പുള്ളിക്കാരനെ നമുക്ക് നമ്മുടെ ഓൾ റൗണ്ട് മച്ചാനായ റോമിനെ കൊണ്ട് തോപ്പിച്ച് വെക്കാം. അപ്പം ഗെയിം സ്റ്റാർട്ടായിരിക്കുകയാണ്. യെസ്, കിട്ടി വേ. അപ്പം നമുക്ക് വേറൊരു ഗെയിമിംഗ് ചാനലും ഉണ്ട്. ഇതല്ലാതെ ഗെയിമിംഗ് ഗോഡ്സ് അതിൻ്റെ പേര്. നമ്മൾ അതിനകത്തിൽ ഫിഫ, പല പല എക്സൈറ്റിംഗ് ഗെയിംസ് ഇടും. ഫിഫ, WWE, ബാറ്റ്മാൻ, ഗോഡ് ഓഫ് വാർ, ഗോസ്റ്റ് ഓഫ് ടുഷീമ, അങ്ങനെ പല പല നമ്മൾ കളിക്കുന്ന ഗെയിംസ്, നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കളിക്കുന്ന ഗെയിംസ് അതിനകത്ത് ഇടും. നല്ല രസമാണ്, നല്ല ഫണ്ണാണ്. നമ്മൾ ഫിഫയൊക്കെ 4 പ്ലെയർ കളിക്കാറില്ല, 4 പേര് ഒരു ഗെയിമിനകത്ത്. നല്ല ഫണ്ണാണ് കേട്ടോ. അതൊക്കെ അപ്പോൾ ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനൽ. അതും നിങ്ങൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഗെയിംസ് കളിക്കുന്നവരാണെങ്കിൽ അതിനോട് സബ്സ്ക്രൈബ് ചെയ്ത് അതിനും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകത ഉണ്ട്. PS5 നമ്മുടെ സ്റ്റാൻഡേർഡ് നോക്ക്, ഇത് നോക്ക്. നമുക്ക് ഡിസ്ക് ചെക്ക് ചെയ്യാൻ ഇവിടെ ഈ ബട്ടനാണ് ഉള്ളത്. പക്ഷേ ഇതിൽ സെപ്പറേറ്റ് ഒരു ബട്ടനുണ്ട്. അപ്പം ഓൺ ഓഫിൻ്റെ ബട്ടൻ്റെ ഇഷ്യൂസും വരുന്നില്ല. ഓൾ സോർട്ടഡ് ഗൈസ്. ഓവറോൾ കൺക്ലൂഷൻ വെച്ച് പറയുകയാണെങ്കിൽ PS5 3 വെർഷനാണ് ഉള്ളത്. PS5 Pro, സ്ലിം, പിന്നെ ഫാറ്റ് വെർഷൻ, നോർമൽ വെർഷൻ. ഇത് മൂന്നിൽ ഞാൻ സ്ലിം സെലക്ട് ചെയ്യാനുള്ള കാരണം ഈ പ്രോയ്ക്കകത്തിൽ ആകെ ഡിജിറ്റൽ വെർഷൻ മാത്രമേ വരുന്നുള്ളൂ. അത് മാത്രമല്ല ഡിസ്ക് സെപ്പറേറ്റ് വേണം, അങ്ങനെ 10-12 രൂപ എക്സ്ട്രാ. പിന്നെ സ്റ്റാൻഡേർഡ് വെർഷൻ പഴയതാണ്, GPയും പവർഫുൾ ഇച്ചിരി കുറവാണ്. പിന്നെ ഇതിനത്രയും വെയിറ്റും കുറവാണ്. അപ്പം പിന്നെ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സ്ലിമ്മാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. പിന്നെ പ്രൈസും കുറവാണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഒരു സാധാരണ ഒരു ഗെയിമറിന്, ഒരു പയ്യന് അല്ലെങ്കിൽ ഒരു പെണ്ണിന്, ആർക്കായാലും ആയിക്കോട്ടെ, അവർക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിന് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ്, ഒരു നല്ലൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒരു 70-80 ആ റേഞ്ച് 80K ഒക്കെ വരും. അപ്പോൾ ആ റേഞ്ച് ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു 30-40 രൂപയ്ക്ക് നല്ലൊരു നൈസ് ഒരു ലാപ്ടോപ്പ് മേടിച്ചിട്ട് ബാക്കി ക്യാഷിൻ്റെ ഒരു കിടിലും PS5 മേടിക്കും. ഗെയിമിങ് കളിക്കുക, നിങ്ങളുടെ വർക്കിന് ലാപ്ടോപ്പും നടക്കും. ഇതൊക്കെയായിരുന്നു എൻ്റെ കൺക്ലൂഷൻസ്. അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും ഈ ചാനലിൽ കാണാം. പുതിയ കണ്ടൻസ് വീണ്ടും ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്കിത് സൈനിങ് ഓഫ്.